കരിയറിൽ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കടക്കുകയാണ് നടി മഞ്ജു വാര്യർ. സൂപ്പർ താര ചിത്രങ്ങൾ നടിയെ തേടി തുടരെ വരുന്നു. സിനിമകളുടെ വിജയപരാജയത്തിനപ്പുറം ജനപ്രീതി നിലനിൽക്കുന്നത് മലയാള നടിമാരിൽ മഞ്ജുവിന് മാത്രം ലഭിച്ച ഭാഗ്യമാണ്. വേട്ടയാൻ എന്ന തമിഴ് ചിത്രത്തിൽ കാര്യമായൊന്നും മഞ്ജുവിന് ചെയ്യാനില്ലായിരുന്നു. എങ്കിൽ പോലും തനിക്ക് ലഭിച്ച ഗാനരംഗം താരം തരംഗമാക്കി. വിടുതലൈ പാർട്ട് 2 ആണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമ. ചിത്രത്തിൽ മഞ്ജുവിനും ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ്. മഞ്ജു വാര്യരെ തമിഴകത്തേക്ക് കൊണ്ടുവന്നത് സംവിധായകൻ വെട്രിമാരനാണ്. അസുരൻ എന്ന സിനിമയിൽ മികച്ച പ്രകടനം നടി കാഴ്ചവെച്ചു. വെട്രിമാറിന്റെ വിടുതലൈ 2വിലും മഞ്ജുവിന് മികച്ച കഥാപാത്രം ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. വിടുതലൈ ആദ്യ ഭാഗം വൻ ഹിറ്റാണെന്നതും പ്രതീക്ഷകൾ ഇരട്ടിപ്പിക്കുന്നുണ്ട്. വിടുതലൈക്ക് മഞ്ജുവിന് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 3 കോടി രൂപയാണ് താരം കൈപ്പറ്റിയ പ്രതിഫലം. വേട്ടയാനിൽ 2 കോടി രൂപയായിരുന്നു നടിയുടെ പ്രതിഫലമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. തമിഴകത്തെ നായിക നിരയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നയൻതാരയാണ്. 5 കോടിക്കും 10 കോടിക്കും ഇടയിലാണ് നയൻതാരയുടെ പ്രതിഫലം. അതേസമയം 2 പതിറ്റാണ്ടിലേറെയായി നയൻതാര തമിഴകത്ത് സജീവമാണ്. എന്നാൽ തമിഴകത്ത് മഞ്ജു ഇപ്പോഴും തുടക്കക്കാരിയാണ്. എങ്കിലും ഉയർന്ന പ്രതിഫലം നടിക്ക് ലഭിക്കുന്നു. മലയാളത്തിൽ നടിക്കുള്ള താരമൂല്യമാണ് ഇതിന് പ്രധാന കാരണം. നിരവധി മലയാള താരങ്ങൾ തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2019 പുറത്തിറങ്ങിയ യാത്ര എന്ന തെലുഗു ചിത്രത്തിന് 15 കോടി രൂപയാണ് മമ്മൂട്ടി വാങ്ങിയത്. മലയാളത്തിൽ 4 കോടിക്കും 10 കോടിക്കും ഇടയിലാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം. പ്രതിഫലത്തിൽ സൂപ്പർ താര പദവിയിലുള്ള നായക നടന്മാർക്ക് മുന്നിലെത്താൻ മഞ്ജു വാര്യർക്കോ നയൻതാരയ്ക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എമ്പുരാനാണ് മലയാളത്തിൽ മഞ്ജു വാര്യരുടെ വരാനിരിക്കുന്ന സിനിമ. 2025 ചിത്രം റിലീസ് ചെയ്യും. തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മഞ്ജുവിനൊപ്പം ആര്യ, ഗൗതം കാർത്തിക് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത്. അസുരന് ശേഷം തുടരെ അമ്മ വേഷങ്ങളാണ് മഞ്ജുവിനെ തേടി തമിഴിൽ നിന്ന് വന്നത്. എന്നാൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ഈ വേഷങ്ങൾ നടി നിരസിച്ചു. രണ്ടാമത് ചെയ്ത തമിഴ് ചിത്രം തുനിവാണ്. സ്റ്റൈലിഷ് കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നടി അവതരിപ്പിച്ചത്.